ജിമെയിൽ കണക്റ്റിംഗ് ആണ്. നമുക്കറിയാലോ, ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ടെലികോളിംഗ് സെയിൽസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു കോൺഫ്ലിക്റ്റ് ആണ്. ഞാനെടുത്ത അഡ്മിഷൻ തന്നെ അവനും വിളിച്ചിരുന്നു എന്നുള്ളൊരു പ്രശ്നം. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രശ്നം നമുക്ക് 100% നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ നമുക്ക് ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും ഒരു 80% വരെ. ഓക്കെ, അത് എങ്ങനെയെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ വേണ്ടി പോകുന്നത്. ഇതിൽ ഫസ്റ്റത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു യൂണിവേഴ്സൽ ജിമെയിൽ അക്കൗണ്ട് എടുക്കുക എന്നുള്ളതാണ്. യൂണിവേഴ്സൽ ജിമെയിൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇമെയിൽ ഐ ഡിയിൽ തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന എല്ലാ ടെലികോളേഴ്സും വർക്ക് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ നിങ്ങൾക്ക് അവിടെ ടെലികോളറിൻ്റെ ആ ഒരു ഇമെയിൽ ഐ ഡി അവിടെ കൊടുക്കുന്നുണ്ടായിരിക്കും. പാസ്വേഡ് ഇതിനടിയിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് അതിന് പാസ്വേഡ് കിട്ടും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ജിമെയിൽ കണക്ട് ചെയ്ത് വെച്ചു, ജിമെയിൽ കണക്ട് ചെയ്ത് നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാർഡിൽ പോകാം, അതായത് കോൺടാക്റ്റിൽ പോകുന്ന സമയത്ത് നിങ്ങൾ നമ്പർ സേവ് ചെയ്യുമ്പോൾ ഈ ഒരു ഫോർമാറ്റിൽ നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. അതായത് V3D ഐഡൻറ്റിഫിക്കേഷൻ നെയിം, നിങ്ങൾ കുട്ടിയുടെ ക്ലാസ് ഏതാണോ ക്ലാസ് /ഇയർ. ഇനി ഇതിൽ ഐഡൻറ്റിഫിക്കേഷൻ, ഈ V3D എന്ന് പറയുന്നത് വെക്കേഷൻ കോഴ്സ്, മൂന്നാമത്തെ വെക്കേഷൻ കോഴ്സ്. അതേപോലെ തന്നെ D എന്ന് ഉദ്ദേശിക്കുന്നത് ഡാറ്റ എന്നാണ്. അതിന് നമുക്ക് അഡ്മിഷൻ എടുത്തിട്ടില്ല, ഡാറ്റ മാത്രമാണ് ആ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ V3D എന്താണ് ഐഡൻറ്റിഫിക്കേഷൻ നെയിം. ഇപ്പോൾ ഐഡൻറ്റിഫിക്കേഷൻ നെയിം കുട്ടിയുടെ നെയിം ആയിക്കോളണമെന്നില്ല. നമുക്ക് ചില കേസുകളിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഒരു പാരൻ്റ് ഹോസ്പിറ്റൽ കേസ് ആവാറുണ്ട്. അപ്പോൾ ഹോസ്പിറ്റൽ കേസ് എന്ന് എഴുതി വെക്കുക. എന്താ കുട്ടിയുടെ പേരറിയില്ലെങ്കിൽ ആ കുട്ടിനെ ഓർത്തിരിക്കാനുള്ള ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യാനുള്ള എന്തെങ്കിലും കാര്യം നിങ്ങൾ എഴുതി വെച്ചാൽ മാത്രം മതി. ഓക്കെ, സോ ഇനി V3D എന്നുള്ളടത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് വെക്കേഷൻ കോഴ്സ് കഴിഞ്ഞാൽ നമ്മൾ റെഗുലർ ബാച്ചസ് സ്റ്റാർട്ട് ആവും. സോ അത് ഏത് ബാച്ചാണ് നമുക്ക് സ്റ്റാർട്ട് ആവുമെന്നെങ്കിൽ ആ സ്റ്റാർട്ട് ആവുന്ന ബാച്ചിൻ്റെ നെയിം ആയിരിക്കണം അവിടെ കൊടുക്കേണ്ടത്. ഇപ്പോൾ B7, B6, B7 അത് ബാച്ച് 6, ബാച്ച് 4, ബാച്ച് 6 അങ്ങനെ ആയിരിക്കും കൊടുക്കുന്നുണ്ടായിരിക്കാം. സോ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ ടീംമേറ്റോട് ചോദിക്കുക, ഇനി നമ്മൾ എന്ത് നെയിമാണ് ആ ഡാറ്റയ്ക്ക് കൊടുക്കേണ്ടതെന്നുള്ളത്. സോ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു എക്സാമ്പിൾ ഇവിടെ കാണിക്കാം. ഇപ്പോൾ നമ്മൾ വെക്കേഷൻ കോഴ്സിലേക്ക്, മൂന്നാമത്തെ വെക്കേഷൻ കോഴ്സിലേക്ക് ഞാനൊരു ഡാറ്റ വിളിക്കാൻ വേണ്ടി പോവാണ്. കുട്ടിയുടെ പേര് നാഫിഹ എന്നാണ്, കുട്ടി പഠിക്കുന്നത് 6ാം ക്ലാസ്സിലാണ്. സോ അങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും ആ ഒരു പേര് എഴുതി വെക്കുന്നത് നോക്കാം. ഓക്കെ, സോ ഞാൻ എഴുതി വെക്കുന്നത് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ V3, അതായത് വെക്കേഷൻ കോഴ്സ് മൂന്നാമത്തെ ഡാറ്റ, നാഫിഹ എന്നാണ് കുട്ടിയുടെ പേര്, 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു /26, 2026 കുട്ടി 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇങ്ങനെയാണ് ഞാൻ എഴുതി വെക്കുന്നത്. സോ അവിടെ എടുത്ത ആളുടെ പേര്, അതായത് അതിനുശേഷം /26 ശേഷം അവിടെ എന്ത് വേണം, നാസിം എന്ന് എഴുതി വെക്കണം. കാരണം ഞാനാണ് വിളിച്ച ആൾ. സോ ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പെർട്ടിക്കുലർ മന്ത് നമുക്കവിടെ കിട്ടും. അതായത് നമുക്ക് ഏത് മാസത്തിലേക്കാണ് നമ്മൾ അഡ്മിഷൻ ഉദ്ദേശിക്കുന്നത് ആ മാസത്തിൽ നമ്മൾ വിളിച്ചിരുന്നത് എന്നുള്ളത് ഓൾറെഡി ആർക്ക് മനസ്സിലാവും, നമ്മളുടെ വെൻഡേഴ്സിന് മനസ്സിലാവും, അത് നമ്മുടെ ടെലികോളേഴ്സിന് മനസ്സിലാവും. സോ ഇതിന് ഇപ്പോൾ V3 കഴിഞ്ഞു, V5 സമയത്ത് ഈ നമ്പർ വീണ്ടും വന്നാൽ അവർക്ക് വീണ്ടും വിളിക്കാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ വെക്കേഷൻ കോഴ്സ് 5 ആയി എന്ന് വിചാരിക്കുക. സോ വെക്കേഷൻ കോഴ്സ് 5 സമയത്ത് അവർ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ഡയൽ ചെയ്ത നമ്പർ V3 കിടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വീണ്ടും വിളിക്കാവുന്നതാണ്. ആ സമയത്ത് റീനെയിം ചെയ്ത് വെക്കുക, എന്ത് V5 എന്നുള്ളത് എഴുതി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയാണ് നമ്മൾ യൂണിവേഴ്സൽ കോൺടാക്ട് നമ്പർ മേക്ക് ചെയ്യുന്നത്. സോ ഈ ഒരു ഫോർമാറ്റ് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇടയിൽ നിന്ന് കോൺഫ്ലിക്റ്റ് ഉള്ള ചാൻസ് കൂടുതലാണ്. ഇഫ് കേസ് ഇനി പറയുകയാണ്, ഇപ്പോൾ ഒരാൾ വിളിച്ച ഡാറ്റ അതേപോലെ തന്നെ വേറെ ആൾ വിളിച്ചു എന്ന് വിചാരിക്കാം. ഓക്കെ, സോ ആരാണോ കമ്പനിക്ക് ഫസ്റ്റ് പേയ്മെൻറ്റ് സ്ക്രീൻഷോട്ട് അയച്ചു തരുന്നത് അവർക്കായിരിക്കും നമ്മൾ ആ അഡ്മിഷൻ കൊടുക്കുന്നുണ്ടായിരിക്കാം. ക്ലിയർ ആവുന്നുണ്ട്? അപ്പോൾ ഞാൻ വിളിച്ച് ക്ലിയർ ആക്കിയ ശേഷം സ്ക്രീൻഷോട്ട് പോയത് വേറെ സ്റ്റാഫിനാണെങ്കിൽ പോലും ആരാണോ പേയ്മെൻറ്റ് ചെയ്യിപ്പിച്ചത്, ആരാണോ സ്ക്രീൻഷോട്ട് അയച്ചത്, ഫസ്റ്റ് സ്ക്രീൻഷോട്ട് അയച്ചത്, അവർക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, ആ ഒരു അഡ്മിഷൻ ഡാറ്റ കൊടുക്കുന്നുണ്ടായിരിക്കുക. അല്ലെങ്കിൽ ആ ഒരു കോളർ അല്ലെങ്കിൽ ആ ഒരു നമ്പറിലേക്ക് ഏറ്റവും കൂടുതൽ കോൾ ചെയ്ത വ്യക്തി ആരാണോ അവർക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ആ ഒരു പേയ്മെൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. ഇപ്പോൾ എഫ് കേസ് പറയാൻ നമുക്ക് കാർലൈസർ എന്ന് പറയുന്ന ട്രെയിൻ നിങ്ങൾക്ക് ഓൾറെഡി തന്നു കഴിഞ്ഞു. സോ കാർലൈസറിൽ കാണിക്കും ഈ വ്യക്തിക്ക് നിങ്ങൾ എത്ര മിനിറ്റാണ് കോൾ ചെയ്തതെന്നുള്ളത്. സോ അങ്ങനെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവരുടെ കറക്റ്റായിട്ടുള്ള ആ ഒരു പേയ്മെൻറ്റ് നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നതായിരിക്കും, ഇൻസെറ്റ് നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ പ്രീ സെറ്റിംഗ് എന്ന് പറയുന്ന ടോട്ടലി ട്രെയിനിങ് നമുക്ക് കഴിഞ്ഞു. ഇനി വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്താണ് വേട്ടോൺ, എന്താണ് നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ കോഴ്സ്, എന്താണ് മാത്സിൻ്റെ കോഴ്സ്, അതേപോലെ നിങ്ങൾ എങ്ങനെ കുട്ടികളോട് സംസാരിക്കണം എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇനി വരുന്ന ദിവസങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കുക. സോ നിങ്ങൾ ട്രെയിനിങ് പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് പെട്ടെന്ന് തന്നെ കോഡിങ് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോഴും പറയുകയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രെയിനിങ് തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്തോളം നിങ്ങൾക്ക് ഒരിക്കലും ഫിക്സഡ് ചാർജ് സ്റ്റാർട്ട് ആവില്ല. കാരണം ഓരോരുത്തരും നമുക്ക് റെക്കോർഡിങ്
ട്രെയിനിങ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓരോ ടൈമിലായിരിക്കും ഓരോരുത്തരും എന്ത് ചെയ്യുന്നുണ്ടാവുക, ക്ലാസ്സുകൾ കഴിക്കുന്നുണ്ടാവുക. സോ അവിടെ നിങ്ങളുടെ ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ ട്രെയിനിങ് ഫുള്ള് കഴിക്കുന്ന സ്റ്റാഫ് നമുക്ക് അവൈലബിൾ ആണ്. അതേപോലത്തെ ഒരു മാസത്തെ ട്രെയിനിങ് കംപ്ലീറ്റ് ആക്കുന്നവരുണ്ട്. സോ ട്രെയിനിങ് പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കുക. റെക്കോർഡറാണ് നമ്മളുടെ ക്ലാസ്സുകൾ മൊത്തം വരുന്നത്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് നിങ്ങൾക്ക് ലിങ്കുകൾ ചോദിച്ച് വാങ്ങി നിങ്ങൾക്ക് ആ ട്രെയിനിങ് ഫുള്ള് കംപ്ലീറ്റ് ആക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് ഏകദേശം ഒരു 10ഓളം ട്രെയിനിങ് ക്ലാസ്സുകൾ ഇനിയും നമുക്ക് ചെയ്യാനുണ്ട്. ഇതൊക്കെ പ്രോസസ്സ് അതിൻ്റെ ആഫ്റ്റർ സ്റ്റേജ് അങ്ങനെ കുറേ ട്രെയിനിങ്ങുകൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. സോ നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളുടെ ക്ലാസ്സുകൾ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. സോ അത് കഴിഞ്ഞ് നിങ്ങൾ പെട്ടെന്ന് തന്നെ വർക്കിൽ ജോയിൻ